ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും കൗതുകമേറിയ ഒന്നായിരുന്നു ഇൻഡോറിലെ നോട്ട പ്രതിഷേധം. നോട്ട തരംഗമായി എന്ന് വേണം പറയാൻ. 1,71,309 വോട്ടുകളാണ് ഇൻഡോറിൽ നോട്ട മാത്രം നേടിയത്. ഒരു മണ്ഡലത്തിലും ഇതുവരെ രേഖപ്പെടുത്താത്ത അത്ര നോട്ട വോട്ടിംഗ് ശതമാനം. ഇൻഡോറിൽ നോട്ട വോട്ടിംഗ് കൂടിയതിനു പിന്നിൽ വ്യക്തമായ കാരണവുമുണ്ട്. വോട്ടെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്ന് പിന്മാറിയതാണ് ഇതിൽ പ്രധാനം. സ്ഥാനാർത്ഥി പിന്മാറിയതോടെ നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് പ്രതിഷേധിക്കാൻ വോട്ടർമാരോട് കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. ഒരു പരിധിവരെ ഇത് ഇൻഡോറിൽ പ്രതിഫലിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒരു മണ്ഡലത്തിൽ നോട്ടയുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് പറയാം. ഇൻഡോറിന് മുൻപും രാജ്യത്ത് നോട്ട വോട്ടുകൾ കൂടുതൽ രേഖപ്പെടുത്തിയിരുന്നു. 2014 തിരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡിലെ ബസ്തർ ലോക്സഭാ മണ്ഡലത്തിൽ 41,667 വോട്ടുകൾ രേഖപ്പെടുത്തി നോട്ട ഞെട്ടിച്ചിരുന്നു. പിന്നീട് 51,660 വോട്ടുകളുമായി ബീഹാറിലെ ഗോപാൽഗഞ്ച് നോട്ടയിൽ റെക്കോർഡും സ്വന്തമാക്കി. എന്നാൽ ഇതാദ്യമായാണ് ഒരു മണ്ഡലത്തിൽ നോട്ടയിൽ മാത്രം 2 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ ലഭിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ നോട്ട നേടുന്ന ഏറ്റവും കൂടിയ വോട്ടാണ് ഇൻഡോറിലേത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുകളിൽ നോട്ടയ്ക്ക് പ്രസക്തിയുണ്ടോ എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നോട്ട സംവിധാനം കൊണ്ടുവന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. 2013 നവംബർ 27 നോട്ട ഓപ്ഷൻ അവതരിപ്പിക്കാൻ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ വിശ്വാസമില്ലെങ്കിൽ വോട്ടർമാർക്ക് ജനാധിപത്യ അവകാശം വിനിയോഗിച്ചുകൊണ്ട് തന്നെ അവരെ നിരസിക്കാനുള്ള സൗകര്യം കൂടി EVMകളിൽ നൽകണമെന്ന് കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. നോട്ട ഓപ്ഷൻ ഉൾപ്പെടുത്തുന്നത് ശക്തമായ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും നിർബന്ധിതരാക്കുമെന്നും സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. അതുപോലെ വോട്ടർമാർക്ക് അതൃപ്തി രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ കൂടി ഉൾപ്പെടുത്തിയാൽ തിരഞ്ഞെടുപ്പുകളിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാനാകുമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് നോട്ട ആദ്യമായി അവതരിപ്പിച്ചത്. ഇതോടെ നോട്ട എന്ന ഓപ്ഷൻ നൽകുന്ന ലോകത്തിലെ 14ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. 2014 ഏകദേശം 6 ലക്ഷത്തോളം വോട്ടുകളാണ് മൊത്തത്തിൽ നോട്ട നേടിയത്. എല്ലാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലും സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് ശേഷം അവസാനത്തെ ബട്ടണായാണ് നോട്ട ബട്ടൺ ചേർത്തിരിക്കുന്നത്. നൺ ഓഫ് ദി എബോവ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് നോട്ട. ഒരു തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ആരോടും താല്പര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് നോട്ടയിലൂടെ രേഖപ്പെടുത്താം. ഒരു നിഷ്പക്ഷ വോട്ട് കൂടിയാണ് ഈ നോട്ട. ഓരോ രാജ്യങ്ങളിലും നോട്ടയിൽ രേഖപ്പെടുത്തുന്ന വോട്ടുകളെ കണക്കാക്കുന്നത് വ്യത്യസ്തമായാണ്. ഇന്ത്യയിൽ നോട്ട സാധുവായ ഒരു വോട്ടല്ല. നോട്ടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ടുകൾ ഒഴിവാക്കിയാണ് സാധുവായ വോട്ടിന്റെ കണക്കെടുക്കുക. അതുകൊണ്ട് നോട്ടയ്ക്ക് പരമാവധി വോട്ടുകൾ ലഭിച്ചാലും ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന സ്ഥാനാർത്ഥിയായിരിക്കും ആ മണ്ഡലത്തിലെ വിജയിയായി തിരഞ്ഞെടുക്കുക. ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് നോട്ടയ്ക്ക് പ്രസക്തിയുണ്ടോ എന്ന വാദവും ഉയർന്നു വന്നിരുന്നു. നോട്ടയ്ക്ക് ഇലക്ട്രൽ മൂല്യമില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്തെന്നാൽ നോട്ട മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടേണ്ട വോട്ടുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തും. കൂടാതെ സ്ഥാനാർത്ഥികൾ നേടുന്ന ഭൂരിപക്ഷം കുറയ്ക്കാനും നോട്ടയ്ക്ക് കഴിയും. ഒരു മണ്ഡലത്തിൽ നോട്ടയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ ഹർജി നിലനിൽക്കുന്നുണ്ട്.